എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാങ്ങാ പെരുക്കാണ്. അപ്പോൾ മാങ്ങാ സീസണാണ്. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് മാങ്ങാ പെരുക്ക്. നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ പലരും പല രീതിയിലായിരിക്കും മാങ്ങാ പെരുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പെരുക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ, തൊലി കളഞ്ഞിട്ടാണ് എടുത്തത്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ഇത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തു, മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ അവർക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, മാങ്ങ കഷ്ണങ്ങളൊന്ന് കടിക്കത്തക്ക രീതിയിൽ വേണം അരച്ചെടുക്കാൻ. മാങ്ങ കഷ്ണങ്ങൾ നമ്മളൊന്ന് ചതച്ചെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മാങ്ങ കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. അതൊരു 1/2 കപ്പാണ് നമ്മൾ ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അരപ്പിനായിട്ട് നമ്മൾ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് നാളികേരമാണ് എടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചുവന്ന മുളകാണ്. സാധാരണ പച്ചടി നമ്മളെപ്പോഴും പച്ചമുളക് വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ മാങ്ങാപ്പെരുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുവന്ന മുളകായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചുവന്ന മുളക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുളകാണ് ചേർത്തത്. ഇനി നമ്മൾ ചേർക്കുന്നത് കടുകാണ്. ഒരു 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഓവറാവാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ശർക്കര കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സാധാരണ പലരും ഇതിൽ ശർക്കര ചേർക്കാറില്ല. ശർക്കര ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ അരച്ചെടുത്ത തേങ്ങ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തൈര് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് മാങ്ങയും കൂടി മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പലരും മാങ്ങാപ്പെരുക്ക് ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ വറുത്തിടുക അല്ലെങ്കിൽ പച്ചയ്ക്ക് ചേർക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഉള്ളിയൊന്നും ചേർക്കാറില്ല. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ചേർത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയുള്ള മാങ്ങാപ്പെരുക്ക് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്